ഡോക്ടറെ, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നിരുന്നു. അതായത് ആ പേഷ്യൻറ്റ് നെക്സ്റ്റ് വീക്ക് ദുബായി പോവാണ്. പേഷ്യൻ്റ് അവിടെ ഒരു മിസ്സിങ് ടൂത്ത് ഉണ്ട്. പേഷ്യൻറ്റിന് ആ മിസ്സിങ് ടൂത്ത് റീപ്ലേസ് ചെയ്യണം. പക്ഷേ പേഷ്യൻ്റ് ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇംപ്ലാന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പേഷ്യൻ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ടു ഇംപ്ലാന്റിനാണ് ഇൻട്രസ്റ്റഡ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പേഷ്യൻ്റ് നെക്സ്റ്റ് വീക്ക് അബ്രോഡ് പോവാണ്, ദുബായിൽ പോവാണ്. അപ്പോൾ നമുക്ക് ഈ കേസിൽ പേഷ്യൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 1 വീക്കിനകത്ത് ഇംപ്ലാന്റ് വെച്ച് പല്ല് വെച്ച് പോവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റ്സ് എല്ലാം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാണോ ഇംപ്ലാന്റ് വെക്കുന്നത് അന്ന് തന്നെ നമുക്ക് അളവെടുത്ത് കൊടുത്തിട്ട് പല്ല് വെക്കുന്ന ടെക്നിക്സ് എല്ലാം ഉണ്ട്. വിത്തിൻ 1 വീക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം, പല്ല് വെച്ച് ഫിനിഷ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് നമുക്കൊരാൾ വിളിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റീവായിട്ട് പറയാൻ പറ്റില്ല. അതായത് ചെയ്യാം എന്നൊരു ഷുവർട്ടി നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇംപ്ലാന്റ് വെക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കേണ്ടതുണ്ട്. അവിടെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ബോൺ ഉണ്ടോ, അതിൻ്റെ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി. അതായത് ഡെൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടി കൂടിയ ബോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള ടോർക്ക് കിട്ടുകയുള്ളൂ. ആവശ്യത്തിനുള്ള ടോർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇമ്മീഡിയറ്റ് ലോഡിങ് പറ്റുള്ളൂ. സോ അത് നമ്മൾ ആദ്യം നോക്കണം. എല്ലാ കേസും നമ്മൾക്ക് അങ്ങനെ ഇമ്മീഡിയറ്റ് ലോഡിങ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് വൺസ് പേഷ്യൻ്റ് ഇവിടെ വരികയാണ്, നമുക്ക് CBCT എടുക്കുകയാണ്, CBCT എടുത്ത് വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാനും പാടില്ല. അതായത് ഷുഗർ, ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വിത്തിൻ 1 വീക്ക് നമുക്ക് പല്ല് വെച്ച് കൊടുക്കാവുന്നത്. ഇപ്പോൾ ഇതേപോലെ എല്ലാ ഫാക്ടേഴ്സും ഓക്കെയാണ്. നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് ഇമ്മീഡിയറ്റ് ലോഡിങ് ചെയ്ത് ഇനി ഫർദറായിട്ട് വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അത് ബേസിക്കലി ഇംപ്ലാന്റ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ലോഡിങ് ആണെങ്കിലും ഡിലേഡ് ലോഡിങ് ആണെങ്കിലും കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇംപ്ലാന്റിന് ചുറ്റുമുള്ള കോംപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. വൺസ് ഇംപ്ലാന്റ് നമ്മളുടെ ബോഡിയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഇംപ്ലാന്റ് മേലിൽ നമ്മൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും വരാനില്ല. ബിക്കോസ് അതും നമ്മളുടെ ബോഡിയും ഒരു പാർട്ടായി. പിന്നെ വരാനുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റിൻ്റെ പല്ലും അതുപോലെ അതിൻ്റെ അടുത്തുള്ള പല്ലുകളും തമ്മിൽ ഭക്ഷണം ഇരിക്കുക. അത് ഇരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഭക്ഷണം ഇരിക്കുക, അതല്ലെങ്കിൽ അടുത്തുള്ള പല്ല് കേടായതുകൊണ്ട് അവിടെ ഭക്ഷണം ഇരിക്കുക, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്ന രീതിയിൽ കോംപ്ലിക്കേഷൻ വരുള്ളൂ. നമ്മളവിടെ ഇമ്മീഡിയറ്റ് ലോഡിങ് ചെയ്ത് അവിടെ ഒരു ക്രൗണോ എന്തോ കാര്യം കൊടുത്തു, അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് വരുമ്പോൾ ഇംപ്ലാന്റ് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലുണ്ടോ? എനിക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ റിലേറ്റ് ചെയ്യുന്നത് എൻ്റെ മദറിപ്പം നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നീയുടെ ഒരു ഹോൾ ഏരിയ അല്ലെങ്കിൽ പാർട്ട്ലി നമ്മൾ മാറ്റി വെക്കുക, ഇംപ്ലാന്റ് വെക്കുകയാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഡോക്ടേഴ്സ് റെസ്റ്റ് എടുക്കാനല്ല പറയുന്നത്. അത് വെച്ചിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് നടക്കാനും വാക്ക് ചെയ്യാനും ഒക്കെയാണ് പറയുന്നത്. സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഇംപ്ലാന്റ് വെച്ചിട്ട് പല്ല് വെക്കുന്നത് കൊണ്ട് ഫെയിലാകും എന്നുള്ള കേസസ് അങ്ങനെയാണെങ്കിൽ ഈവൻ ആ ഇംപ്ലാന്റ് കേസിലും ഡോക്ടേഴ്സ് പറയായിരുന്നു റെസ്റ്റ് എടുക്കാൻ, ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യരുതെന്ന് പറയായിരുന്നു. പക്ഷേ ഇംപ്ലാന്റ്സ് ആ കേസിലും ടൈറ്റാനിയം തന്നെയാണ്, നമ്മൾ പല്ല് വെക്കുന്നതും ടൈറ്റാനിയം തന്നെയാണ്. അപ്പോൾ ഏതൊരു ഇംപ്ലാന്റ്സും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ലോഡ് വരുന്നത് കൊണ്ട് ഒരിക്കലും അത് ഫെയിലാവില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് ലോഡിങ് ആണെങ്കിലും അതല്ലെങ്കിൽ ഇനിയിപ്പോൾ കൺവെൻഷനൽ, അതായത് സാധാരണ രീതിയിൽ 6 മാസം ലോഡ് ചെയ്യുന്നതാണെങ്കിലും ആ കേസ് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് ഏതൊക്കെയാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ലോഡിങ് ചെയ്യാൻ പറ്റും, ഏത് കേസിൽ നമുക്ക് ഡിലേഡ് ലോഡിങ് ചെയ്യേണ്ടതുണ്ട്, അതിനെങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കേണ്ടത്. പലപ്പോഴും ഇംപ്ലാന്റ് ഫെയിലാകുന്നത് അതിന് മേലെ വെച്ചിരിക്കുന്ന കവറിൻ്റെ മേലെ ആവശ്യത്തിലധികം ഫോഴ്സ് വരുമ്പോഴാണ്. അപ്പോൾ എപ്പോഴും അത് ക്രമീകരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അതിന് ഒരുപാട് രീതിയിലുള്ള ആർട്ടിക്കുലേറ്റിംഗ് പേപ്പേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒക്ലൂഷൻ നോക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് ഒരു ഇംപ്ലാന്റ് പ്രൊട്ടക്റ്റഡ് ഒക്ലൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഇംപ്ലാന്റ്സ് ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്രൊവൈഡഡ് ഇംപ്ലാന്റ് സെലക്ഷൻ, അതായത് ഇംപ്ലാന്റ് കേസ് സെലക്ഷൻ വളരെ കറക്റ്റ് ആയിരിക്കണം. അതേപോലെ ഈ പല്ല് പറിച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്തതിന് മുകളിൽ ക്രൗൺ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റനാണ് ഡോക്ടർ. ഇംപ്ലാന്റ് പറിച്ചിട്ട് ഉടനെ പല്ല് പറിച്ചിട്ട് ഉടനെ ഇംപ്ലാന്റ് വെക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. 2 കാര്യങ്ങളുണ്ട്. ഇമ്മീഡിയറ്റ് ലോഡിംഗ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റ് പ്ലേസ്മെന്റ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലാന്റ് വെച്ച ഉടനെ അതിൻ്റെ മേലെ പല്ല് വെക്കുക, അതിൻ്റെ മേലേക്ക് ലോഡ് പോകുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ലോഡിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. അതായത് പല്ല് പറിച്ച ഉടനെ ഇംപ്ലാന്റ് വെക്കുന്നു.
ഇംപ്ലാന്റ് വെച്ചതിന് ശേഷം അതിന് മേലെ പല്ല് വെക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ നമ്മൾ ഒരുപാട് കൺസിഡറേഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കുക. ഒന്ന് അവിടുത്തെ ബോണ്ട് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പിന്നെ അവിടെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടോ, അവിടുത്തെ സോഫ്റ്റ് ടിഷ്യൂ അതായത് മോണ അത്യാവശ്യത്തിനുണ്ടോ, അതല്ലാതെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അവിടെ എല്ലുണ്ടോ, അതിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റ് അഥവാ നമ്മൾ പല്ല് പറിച്ച ഉടനെ നമ്മൾ ഇംപ്ലാന്റ് വെക്കുകയാണെങ്കിൽ അതിന് മേലെ പല്ല് വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി പല്ല് പറിച്ചിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇംപ്ലാന്റ് വെക്കുന്നതിനേക്കാളും ഡെഫിനറ്റ്ലി ബെറ്ററാണ് ഇംപ്ലാന്റ് ഉടനടി വെക്കുന്നത്. കാരണം ഉടനടി ഇംപ്ലാന്റ് ആ ബോണിൻ്റെ ആ ഒരു പ്രിസ്റ്റീൻ സ്റ്റേറ്റ് എന്ന് പറയും, അതായത് യാതൊന്നും സംഭവിക്കാത്ത സ്റ്റേറ്റിലാണ് അത് ഉണ്ടാകുക. അപ്പോൾ ആ സ്റ്റേറ്റിൽ ആവശ്യത്തിന് വിഡ്ത്തും ഡെപ്തും എല്ലാം നമുക്ക് കിട്ടും, കുറയാൻ പറ്റും. അങ്ങനെ കുറഞ്ഞൊരവസ്ഥയിൽ എപ്പോഴും ഇംപ്ലാന്റ് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു പല്ല് പറിച്ച് 4 മാസം അല്ലെങ്കിൽ ഒരു 4 കൊല്ലമോ 10 കൊല്ലമോ കഴിഞ്ഞ് വരുന്ന ഒരാളുടെ മോണയും ഇംപ്ലാന്റ് പറിച്ചിട്ട് അപ്പോഴുള്ള ഒരു മോണയുടെ ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി പല്ല് പറിച്ചുടനെ ഏറ്റവും നല്ലത്. പക്ഷെ കേസ് സെലക്ഷൻ അതിലധികം ചെയ്യാൻ പറ്റില്ല. കേസ് സെലക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ.